38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തി. ലൈംഗികാരോപണ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ പാലക്കാട്ടെത്തുന്നത്. KSU ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടി അടക്കമുള്ള നേതാക്കൾ രാഹുലിനെ അനുഗമിക്കുന്നുണ്ട്. മണ്ണാർക്കാട്ടേക്കുള്ള യാത്രയിൽ പോലീസ് സുരക്ഷയൊരുക്കി കൂടെയുണ്ട്. MLA ഓഫീസിൽ കയറാൻ അനുവദിക്കില്ലെന്ന് BJPയും പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് DYFIയും റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇക്ബാൽ അറക്കലും റോഷിപാലും VS രഞ്ജിത്തും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ഇക്ബാൽ അറക്കലിലേക്ക്. ഇക്ബാൽ അറക്കൽ, രാവിലെ എത്തിയതാണ് പാലക്കാട്ട്. എന്തൊക്കെ പരിപാടികളിൽ പങ്കെടുത്തു? ഇനി എന്തൊക്കെ പരിപാടികൾ ബാക്കിയുണ്ട്? ഇപ്പോൾ ഒരു വീട്ടിലേക്ക് കയറുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. ആരുടെ വീടാണ്? നിലവിൽ ഇപ്പോൾ രാഹുൽ ഈ മണ്ണാർക്കാട് തെങ്കര കാനിരം മേഖലയിലുള്ള ഒരു വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. നേരത്തെ അറിയിച്ചിരുന്നത് കോൺഗ്രസ് നേതാവായിരുന്ന PJ പൗലോസിന്റെ വീട്ടിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ തെങ്കര കാനിരം മേഖലയിലുള്ള ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. PJ പൗലോസിന്റെ വീടല്ല ഇത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇവിടെ നാട്ടുകാരിൽ നിന്നും ലഭ്യമായ വിവരപ്രകാരം ജോയി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. അല്പസമയമാണ് രാഹുൽ പാലക്കാട്ടേക്ക് എത്തുന്നു. അവിടെ കോൺഗ്രസിന് മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സേവ്യറിന്റെ സഹോദരൻ മരിച്ച വീട്ടിലേക്ക് എത്തുന്നു. ആ ബന്ധുക്കളെ കണ്ട് അനുശോചനം രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് നേരെ ഈ മണ്ണാർക്കാട്ടേക്ക് തിരിക്കുകയായിരുന്നു. KPCC അംഗമായിരുന്ന PJ പൗലോസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തുമ്പോൾ രാഹുലിനൊപ്പം KSU ജില്ലാ അധ്യക്ഷനുമുണ്ട്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആൾക്കൊപ്പമാണ് കോൺഗ്രസിന്റെ KSUവിന്റെ ഒക്കെ നേതാക്കളൊക്കെ ഉള്ളത്. നവരാത്രി കാലമാണ്. പാലക്കാട്ടെത്തി ക്ഷേത്ര ദർശനമായിരുന്നു ആദ്യ പദ്ധതിയെങ്കിലും സേവ്യറിന്റെ ബന്ധു മരിച്ചതിനാൽ സേവ്യറിന്റെ വീട്ടിലേക്ക് ഇന്ന് തന്നെ എത്തുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകൻ. അതെ, അതെ. അയാളിപ്പോ മേടിച്ചിട്ട് 1 കൊല്ലത്തോളം 2 കൊല്ലത്തോളം ആയിട്ടുള്ളൂ. മുൻ മെമ്പറാണ്. അതായത് മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന ജോയിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ രാഹുൽ എത്തിയിരിക്കുന്നത്. നേരത്തെ അറിയിച്ചിരുന്നത് KPCC അംഗമായിരുന്ന PJ പൗലോസ് കഴിഞ്ഞ ദിവസം അന്തരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ എത്തിയിരിക്കുന്നത് കാനിരം മേഖലയിലുള്ള ഇവിടെ ജോയ് എന്ന് പറയുന്ന മുൻ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ എല്ലാം പ്രവർത്തകരുണ്ട്. നേരത്തെ പാലക്കാട് സേവ്യറിൻ്റെ വീട്ടിലേക്ക് എത്തിയതും KSUവിൻ്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടി, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന പ്രശോഭ് ഉൾപ്പെടെയുള്ളവരുടെ ഒപ്പമായിരുന്നു. അതിനുശേഷം പിന്നീട് സേവ്യറിൻ്റെ ബന്ധുക്കളെ കണ്ട് അനുശോചനം രേഖപ്പെടുത്തി നേരെ മണ്ണാർക്കാട്ടേക്ക് തിരിക്കുന്നു. ആ യാത്രയിൽ പിന്നീട് പാലക്കാട് മണ്ഡലത്തിൽ എവിടെയും വാഹനം നിർത്തുന്നില്ല. MLA ഓഫീസിലേക്ക് കയറുമെന്നുള്ള വിവരമുണ്ടായിരുന്നു. പക്ഷേ MLA ഓഫീസിലേക്ക് പോലും പ്രവേശിക്കാതെ നേരെ മണ്ണാർക്കാട്ടേക്ക് തിരിക്കുകയായിരുന്നു. PJ പൗലോസിന്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭ്യമായിരുന്ന സൂചനകൾ. ഏതായാലും പിന്നീട് പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന വിവരങ്ങൾ വന്നതിന് പിന്നാലെ ഈ മണ്ണാർക്കാട്ടേക്കുള്ള യാത്രയ്ക്ക് മധ്യേ പോലീസ് സുരക്ഷ നൽകുന്നു. അതിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും പ്രവർത്തകർ മറ്റു വാഹനങ്ങളിലേക്ക് എത്തി രാഹുലിനൊപ്പം യാത്ര ചെയ്ത് രാഹുലിനെ അനുഗമിച്ച് സുരക്ഷ നൽകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും രാഹുൽ ഇപ്പോൾ ഈ ജോയ് എന്ന് പറയുന്ന മുൻ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ആഴ്ച തന്നെ രാഹുൽ പാലക്കാട്ടേക്ക് എത്തുമെന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ ലഭ്യമായിരുന്ന വിവരം. നേരത്തെ അസോസിയേഷനുകളുടെ അല്ലെങ്കിൽ ക്ലബ്ബുകളുടെയോ പരിപാടികളിൽ പങ്കെടുക്കും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചത്. പക്ഷേ പ്രതിഷേധം നടത്തുമെന്ന് DYFIയും BJPയും അറിയിച്ചതോടുകൂടി പിന്നീട് ആ തീരുമാനം ഉപേക്ഷിക്കുന്നു. പിന്നീട് പാലക്കാട് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ അടൂരിലെ വീട്ടിലെത്തി രാഹുലിനെ സന്ദർശിക്കുന്നു. ആ സന്ദർശനത്തിന് പിന്നാലെ ഈ ആഴ്ച നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് പാലക്കാട്ടേക്ക് എത്തി ക്ഷേത്ര ദർശനങ്ങൾ ഉൾപ്പെടെ നടത്താനുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ അതിനു മുമ്പായാണ് പാലക്കാട് മണ്ഡലത്തിലെ മുൻ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന സേവ്യറിന്റെ സഹോദരൻ മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുന്നതിന് വേണ്ടി ഇന്ന് തന്നെ രാഹുൽ എത്തുന്നു. പുലർച്ചയോടുകൂടി പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും പിന്നീട് തൃശ്ശൂരിലേക്ക് 8:15 എത്തുന്നു. അവിടെ നിന്ന് പിന്നീട് 8:30 മണിയോടുകൂടി യാത്ര തുടർന്ന് പാലക്കാട്ടേക്ക് എത്തുകയായിരുന്നു. നേരെ മറ്റെങ്ങും നിർത്താതെ തന്നെ KSU ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടിക്കൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കൊപ്പം നേരെ സേവ്യറിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അതിനുശേഷം പിന്നീട് മണ്ണാർക്കാട്ടെ വീട്ടിലേക്ക് എത്തുകയാണ്. സുജി, അതായത് 38 ദിവസങ്ങൾ ലൈംഗിക ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ 38 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ രാഹുൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. നേരത്തെ പ്രതിഷേധങ്ങൾ പല ഘട്ടത്തിൽ നടന്നിരുന്നു. രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ കാലുകുത്തിക്കില്ലെന്ന് BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അതുപോലെ തന്നെ DYFI പ്രവർത്തകർ അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകണം എന്ന രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ തീരുമാനം നടപ്പാവുകയാണ്. പാലക്കാട്ടേക്ക് എത്തുന്നു. തടയുമെന്ന് പറഞ്ഞവരെ
പോകുന്നവരെയൊന്നും തടയുന്നതായി നമ്മൾ കാണുന്നില്ല. പ്രത്യേകിച്ചും രാഹുൽ പോകുന്നത് കോൺഗ്രസ് നേതാക്കളുടെ, കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ വീടുകളിലേക്കാണ്. മണ്ഡലത്തിലെ പരിപാടികളിൽ എങ്ങനെയാണോ ഒരു MLA സാധാരണഗതിയിൽ പോകുന്നത് ആ രീതിയിൽ രാഹുൽ അവിടെ പോകുന്നുണ്ട്. MLA ഓഫീസിലേക്ക് എന്നാൽ പോകാതെ നിൽക്കുകയുമാണ്. MLA ഓഫീസിൽ കടന്നാൽ തടയും എന്നുള്ള ഒരു ഭീഷണി നിൽക്കുന്ന സാഹചര്യത്തിലാണോ ഓഫീസിൽ കയറാതെ മണ്ഡലത്തിൽ സജീവമാകാനായിട്ടുള്ള രാഹുലിന്റെ ഇപ്പോഴത്തെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി? സുജയ, BJPയും CPM ഒക്കെ നേരത്തെ തന്നെ രാഹുൽ മാങ്കുടത്തിൽ പൊതു പരിപാടികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തടയുമെന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷെ അതിൽ ഈ രണ്ട് പാർട്ടികളും കരുതലോടെയാണ് വിഷയത്തിൽ ഇടപെടുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് അക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കുടത്തിന് അനുകൂലമാകും സാഹചര്യം എന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഒരു രക്തസാക്ഷി പരിവേഷം ലഭിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കുടത്തിനും ഒപ്പമുള്ളവരും ശ്രമിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി ലഭിച്ചു എന്നാണ് CPMന്റെയും BJPന്റെയും നേതാക്കൾ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ശ്രദ്ധയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഏതായാലും പ്രതിഷേധം കടുത്ത രീതിയിൽ തന്നെയുണ്ടാകും. കാരണം കോൺഗ്രസിനകത്ത് തന്നെ രാഹുൽ മാങ്കുടത്തിനെതിരെ കടുത്ത പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. A ഗ്രൂപ്പിലെ ഒരു വിഭാഗമാണ് രാഹുൽ മാങ്കുടത്തിലിനെ പാലക്കാട്ടേക്ക് ലോഞ്ച് ചെയ്യാനുള്ള സൗകര്യമൊരുക്കിയത്, അവിടെ മണ്ണൊരുക്കിയത്. അത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള A ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾ മാത്രമാണെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. മറ്റു നേതാക്കൾക്കൊക്കെ കടുത്ത എതിർപ്പുണ്ട്. കാരണം രാഹുൽ മാങ്കുടത്തിൽ മണ്ഡലത്തിൽ വരുമ്പോൾ ചർച്ചകൾ മുഴുവൻ രാഹുൽ മാങ്കുടത്തിലേക്ക് പോകും. കാരണം സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ നിന്നൊക്കെ ചർച്ചകൾ വഴിമാറും. അത് CPMനും BJPക്കും അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് രാഹുൽ മാങ്കുടത്തിൽ ചെയ്യുന്നത് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ അഭിപ്രായമുള്ളത്. പക്ഷേ നേതാക്കളുടെയൊക്കെ അഭിപ്രായങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ സ്വീകരിച്ച കടുത്ത നിലപാടുകൾക്ക് രാഹുൽ മാങ്കുടത്തിൽ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് പാലക്കാട്ടേക്ക് വരുന്നതും അവിടെ പ്രവർത്തകരുടെ വീടുകളിലേക്കും മരണ വീടുകളിലേക്കൊക്കെ പോകുന്നത്. ഏതായാലും ഏറെ വൈകാതെ തന്നെ രാഹുൽ മാങ്കുടത്തിനെതിരെ പാലക്കാട്ട് പ്രതിഷേധമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിഷേധമുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതാണ്. അത്തരം പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കുടത്തിൽ സ്വയം അത് മാനേജ് ചെയ്യുക എന്ന നിർദ്ദേശമാണ് കൊടുത്തത്. നേരത്തെ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ രാഹുൽ മാങ്കുടത്തിൽ എത്തിയത് തിരിച്ചടിയായെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിന്. അതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ രാഹുൽ നിയമസഭയിൽ വരാൻ പാടില്ലെന്ന നിർദ്ദേശം അനൌദ്യോഗികമായി തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകിയത്. രാഹുൽ മാങ്കുടത്തിലിനെ കൊണ്ട് MLA സ്ഥാനം പോലും രാജിവെപ്പിക്കണമെന്ന അഭിപ്രായമുള്ള നേതാക്കൾ പോലും കോൺഗ്രസിനകത്തുണ്ട്. ആ ഘട്ടത്തിലാണ് വിലക്കുകളൊക്കെ ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കാതെ പാലക്കാട്ട് അവിടെ സജീവമാകാനുള്ള ശ്രമം രാഹുൽ മാങ്കുടത്തിൽ നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. പാലക്കാട് പലയിടങ്ങളിലും പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു എന്ന വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കുടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡനം, അതിന് പിന്നാലെ തന്നെ പ്രവർത്തകർക്ക് വലിയ മാനസിക പ്രയാസമുണ്ടാകുന്നു. ആത്മാഭിമാനം